ഹായ് നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ SSC MTS എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം പലരും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും, ചില സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി വ്യക്തമായൊരു പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ഏത് രീതിയിലുള്ളൊരു പഠനം അവലംബിച്ചാലും ശരി, നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PYQ ഡിസ്കഷനാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു പരീക്ഷയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ റൈറ്റേഴ്സ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ SSC MTSൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവാണ് യൂട്യൂബിലൂടെ. ഓക്കെ, അപ്പം അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന 10 ചോദ്യങ്ങളും ആ 10 ചോദ്യങ്ങളുടെ ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം, വെൽക്കം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, സമയം കളയുന്നില്ല. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻസ് ഹെൽപ്സ് ടു കീപ് അവർ സ്കിൻ ആൻഡ് ഐസ് ഹെൽത്തി? അതായത് ഏത് വൈറ്റമിനാണ് നമ്മളുടെ കണ്ണിനെയും അതുപോലെ തന്നെ ത്വക്കിനെയും സ്കിന്നിനെയും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്നത്? ഏത് വൈറ്റമിൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: വൈറ്റമിൻ A, D, C, B. ഇതിലേതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ A ആണ്. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു കോഡിലൂടെ പഠിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അറ്റ് നൈറ്റ് വി കാണ്ട് സി അല്ലേ? ഇത്ര ഉള്ള കോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അറ്റ് നൈറ്റ് അല്ലേ? അപ്പം അറ്റ് നൈറ്റിൻ്റെ A നമ്മളൊന്ന് എടുത്ത് നോക്കിക്കേ. അപ്പം നൈറ്റിൽ കാണാൻ കഴിയില്ല, കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നൊരു കാര്യം അല്ലേ? കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് വൈറ്റമിൻ A ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? അറ്റ് നൈറ്റ് A, വൈറ്റമിൻ A ഒന്ന് ഓർത്തിരിക്കുകയാണ്. ജസ്റ്റ് കോഡ് നിങ്ങൾക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് മറ്റൊരു കോഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ വൈറ്റമിൻ B കോംപ്ലക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? വൈറ്റമിൻ B1 to B12 അല്ലേ? വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസിന് ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരുകളൊക്കെ നമുക്കൊരു കോഡിലൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ശ്രദ്ധിച്ചോളൂ, കോഡ് ഇതാണ്: ദ റിയൽ നൈസ് പ്രിൻസ് പിക്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബട്ട് കാണ്ട്. അത്രയും മാത്രം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇത്രയും നീളത്തിൽ പഠിക്കേണ്ട, ഇത്രേ ഉള്ളൂ. ദ റിയൽ നൈസ് പ്രിൻസ് പിക്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബട്ട് കാണ്ട്. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ദ റിയൽ നൈസ് പ്രിൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്ന ദ ടി അല്ലേ? ടി എന്താണ്? TH അല്ലെങ്കിൽ ടി, തൈമിൻ B1 അല്ലേ? നമ്മൾ പറഞ്ഞ B1, B2, B3, പിന്നെന്താണ് B5, B6, B7, പിന്നെ B8, B9, B12. ഇത്രയാണ് വൈറ്റമിൻ B കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പോൾ ആദ്യം B1 നോക്കാം. അപ്പോൾ ദ റിയൽ നൈസ് പ്രിൻസ് അല്ലേ? അപ്പോൾ ദ ടി, തൈമിൻ. ഓക്കെ, അടുത്ത റിയൽ അല്ലേ? റിയൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോഫ്ലവിൻ, അതാണ് B2. ഓക്കെ, അടുത്ത നൈസ് പ്രിൻസ്, നൈസ് അല്ലേ? നൈസ്, നിയാസിൻ, N. ക്ലിയർ? സെറ്റ് അല്ലേ? B1, B2, B3, തൈമിൻ, റൈബോഫ്ലവിൻ, നിയാസിൻ. ഓക്കെ, അടുത്ത B4 ഇല്ല, B5 ആണ്. B5ന് പ്രിൻസിൻ്റെ P, അതാണ് പാൻറ്റോത്തനിക് ആസിഡ്. ഓക്കെ, പാൻറ്റോത്തനിക് ആസിഡ് B5. അടുത്ത B6 അതാണ് പിക്സ് അല്ലേ? P, അവിടെ നമുക്ക് പൈരഡോക്സിൻ നമുക്ക് കൊടുക്കാമല്ലോ, B6 ആയല്ലോ. ഓക്കെ, അടുത്ത ബ്യൂട്ടിഫുൾ B, ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് B തുടങ്ങുന്ന ബയോട്ടിൻ, അതാണ് B7 വരുന്നത്. പിന്നെ B9 വരുന്നത് എന്താണ്? ഫോളിക് ആസിഡ്. ഇവിടെ ഫ്ലവേഴ്സ് അല്ലേ? F അല്ലേ? Fഉം Lഉം വരുന്നുണ്ട്. അപ്പം നമുക്ക് B8 എന്താണ്? B9 എന്താണ്? ഫോളിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് B12, അത് കാണ്ടിൻ്റെ നമുക്ക് C എടുത്തു കഴിഞ്ഞാൽ കൊബാലമിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് കോഡ്. ദ റിയൽ നൈസ് പ്രിൻസ് പിക്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബട്ട് കാണ്ട്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. പെയിൻറ്റ് പ്രട്ടി ക്യാൻവാസ് എന്നുള്ള അത് വിട്ടേക്ക്, അത് ഓർക്കാൻ പറ്റില്ലെങ്കിൽ അത് വിട്ടേക്ക്. അപ്പോൾ ദ റിയൽ നൈസ് പ്രിൻസ് പിക്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബട്ട് കാണ്ട്. ഇത്രയും നമുക്ക് വൈറ്റമിൻ B1 to B12 നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഈ കോഡ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: അക്കോർഡിംഗ് ടു 2011 സെൻസസ് വാട്ട് ഇസ് എ ലിറ്ററസി റേറ്റ് ഓഫ് ന്യൂ ഡൽഹി ഡിസ്ട്രിക്ട്? ഓക്കെ, എത്രയാണ് 2011 ലിറ്ററസി റേറ്റ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. എത്രയാണ്? 88.1% ആണ് ന്യൂഡൽഹി ഡിസ്ട്രിക്റ്റിൻ്റെ 2011 സെൻസസ് അനുസരിച്ചിട്ടുള്ള ലിറ്ററസി റേറ്റ് അല്ലേ? നമുക്ക് ലിറ്ററസി റേറ്റ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഈ എഴുത്തും വായനയും അറിയുന്നതിൻ്റെ നിരക്കാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് 2011 ന്യൂഡൽഹി ഡിസ്ട്രിക്റ്റിൻ്റെ എത്രയായിരുന്നു? 88.1%. ഓക്കെ, ഇനി നമുക്ക് മറ്റു കുറച്ച് ഫാക്ടോടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 2011 സെൻസസ് അനുസരിച്ച്
ലിറ്ററസി റേറ്റിന് നോക്കാം. ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 74.04% നമ്മുടെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് 74.04%. ഓക്കെ, അതിനകത്ത് 82.14 പുരുഷന്മാരുടെയും 65.46 ഫീമെയിൽസിൻ്റെയാണ്. ഓക്കെ, ഞാൻ ഇത് 2023 ചോദ്യത്തിനകത്ത് ന്യൂഡൽഹി ഡിസ്ട്രിക്റ്റിൻ്റെ സെൻസസ് അനുസരിച്ചുള്ള ലിറ്ററസി റേറ്റ് ചോദിച്ചെങ്കിൽ ഒരു പക്ഷേ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഫിഗർ ഓർത്ത് വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം, ബട്ട് നമ്മൾ ഓർത്ത് വെച്ചേ പറ്റൂ. സോ ഒരു ചാൻസ് ഉണ്ട് ചോദിക്കാനുള്ളത്. ക്ലിയർ? ഏറ്റവും കൂടുതൽ ഉയർന്ന നമ്മുടെ സെൻസസ് 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ലിറ്ററസി റേറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, കേരളയാണ്. 94%. ഓക്കെ, ഏറ്റവും കുറവ് നമ്മൾ പറയുന്ന എപ്പോഴും നമുക്കറിയാതെ ബീഹാർ 63.82. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജൈനാണ് അല്ലേ? ജൈന മതക്കാരാണ് ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചോളാം. കേരളത്തിൻ്റെ മറക്കത്തിലല്ലോ 94 ബീഹാറിൻ്റെ ആണല്ലോ ഏറ്റവും കുറവ് 63.82 വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഫീമെയിൽസിൻ്റെ ചോദിക്കാം, ചിലപ്പോൾ മെയിൽസിൻ്റെ ചോദിക്കാം. ആ ഫിഗർ വിട്ടുപോകാതിരിക്കാം. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ജിയോഗ്രാഫിക്കൽ ഏരിയ ഓഫ് ദ വേൾഡ്? ഓക്കെ, നമ്മളുടെ ഇന്ത്യയുടെ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ എത്ര ശതമാനമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ ലോകത്തിൻ്റെ മൊത്തം ഏരിയ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെത്ര ശതമാനം ഇന്ത്യയുടെ വരുന്നുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? എത്രയാണ്? 2.4% നമ്മളുടെ ഇന്ത്യയുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ നമ്മളൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയുടെ ഏകദേശം 71% എന്താണ്? വാട്ടറാണ് അല്ലേ? ജലമാണ് 71%. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 29% എന്താണ്? ലാൻഡ് ഏരിയ ആണ്. ഓക്കെ, ഇത്ര മറന്നുപോലെ. അപ്പം നമ്മൾ മൊത്തം എർത്ത് പരിശോധിച്ചാൽ അതിൻ്റെ 71% എന്താണ്? വെള്ളമാണ്. ബാക്കി 29% എന്താണ്? ലാൻഡ് ഏരിയ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയർ പരിഗണിച്ചാലോ അല്ലേ? അറ്റ്മോസ്ഫിയർ പരിഗണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ? എത്ര ശതമാനമുണ്ട് നൈട്രജൻ? 78% നൈട്രജൻ വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ഓക്സിജൻ എത്ര വരുന്നുണ്ട്? 21% ഓക്സിജൻ പെർസെൻറ്റേജ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എത്ര ശതമാനം നാഷണൽ പാർക്ക് ഉണ്ടെന്നറിയോ? 1.6%. നമ്മുടെ മൊത്തം ലാൻഡ് ഏരിയയുടെ 1.6% എന്താണ്? നാഷണൽ പാർക്കുകളാണ്. അല്ലേ? ദേശീയോദ്യാനങ്ങളാണ് 1.6%. അപ്പം ഓർത്ത് വെച്ചോളാം, ടോട്ടൽ ലോകത്തിൻ്റെ മൊത്തം ഏരിയ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2.4% ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഭൂമി പരിഗണിച്ച് കഴിഞ്ഞാൽ 71% ജലവും 29% ലാൻഡ് ഏരിയയുമാണ്. അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 78% നൈട്രജനും 21% ഓക്സിജനുമാണ്. അതുപോലെ നമ്മൾ ഇന്ത്യയുടെ മൊത്തം ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 1.6% എന്താണ്? നാഷണൽ പാർക്കുകളാണ്. ഓക്കെ, ഇത്രയും ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്റ്റുകൾ, ഈ 71% വാട്ടർ, നൈട്രജൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഓക്സിജൻ പെർസെൻറ്റേജ്, ഈ പറഞ്ഞ ഫാക്റ്റുകളെല്ലാം ഇതിനു മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഗുരു ഓഫ് കുച്ചിപ്പുടി ഡാൻസ് ഫോം റിസീവ്ഡ് പത്മഭൂഷൺ ഇൻ ദ ഇയർ 1998? 1998 കുച്ചിപ്പുടിയുടെ ഏത് ഗുരുവിനാണ് പത്മഭൂഷൺ ലഭിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഗുരു വെമ്പടി ചിന്നസത്യം, ഉദയ് ശങ്കർ, കേളുചരൺ മൊഹാപത്ര ആൻഡ് ഗുരു ബിപിൻ സിംഗ്. ഇത്രയും ഗുരുക്കന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുച്ചിപ്പുടിയുടെ ഏത് ഗുരുവിനാണ് എന്ത് കിട്ടുന്നത്? പത്മഭൂഷൺ ലഭിക്കുന്നത് 98. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് അറിയാം അല്ലേ, ഡിഫിക്കൽട്ടാണ് ഈ ചോദ്യം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷേ ഇതിന് നമുക്കൊരു കാര്യമുണ്ട്. സിലബസ് അനുസരിച്ച് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇന്ത്യയിലെ ആർട്ട് ഫോമിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അവാർഡ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ നോക്കണ്ട. പത്മശ്രീ നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് പത്മഭൂഷൺ, ഭാരത് രത്ന ഇതുപോലെയൊക്കെയുള്ള അവാർഡുകൾ നമ്മൾ നോക്കേണ്ടതാണ്.
അത് ഒരു സ്റ്റാറ്റിക് പോർഷൻ അവാർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 98 ഈ ഏത് ഗുരു കുച്ചിപ്പുടി ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ആൻസർ നമുക്കൊന്ന് നോക്കാം. ഉദയ് ശങ്കർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഉദയ് ശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയിലെ മോഡേൺ ഡാൻസിൻ്റെ ഫാദർ എന്ന് പറയുന്ന ആളാണ് ആര്? ഉദയ് ശങ്കർ. ഓക്കെ, അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്ത് ഫ്യൂഷൻ ഡാൻസ് എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന ആരാണ്? ഉദയ് ശങ്കറാണ്. അതായത് മോഡേൺ ഡാൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നു. അതുപോലെ ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കൊണ്ടുവന്ന ആരാണ്? ഉദയ് ശങ്കർ എന്ന് പറയുന്നത്. അതുപോലെ കേളു ചരൺ മൊഹപത്ര എന്ന് പറയുന്ന ആൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി എന്ന് പറയുന്ന നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരാൾ ഗുരു ബിപിൻ സിംഗ്, അദ്ദേഹം മണിപ്പൂരി എന്ന് പറയുന്ന ആർട്ട് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ഉദയ് ശങ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മോഡേൺ ഡാൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നു, ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കൊണ്ടുവന്നു. കേളു ചരൺ മൊഹപത്ര എന്ന് പറയുന്നത് ഒഡീസി എന്ന് പറയുന്ന നൃത്തകലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു ബിപിൻ സിംഗ് എന്ന് പറയുന്നത് എന്താണ്? മണിപ്പൂരിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഗുരു വെമ്പട്ടി ചിന്ന സത്യമാണ് കുച്ചിപ്പുടിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കിട്ടുന്നത്? പത്മഭൂഷൺ 98 പത്മഭൂഷൺ അവാർഡ് ലഭിക്കുന്നത്. ക്ലിയർ. അടുത്ത നോക്കാം. ദ ജെയിൻ ടെമ്പിൾ അറ്റ് പട്ടടക്കൽ വാസ് ബിൽറ്റ് ബൈ. ഓക്കെ, പട്ടദക്കൽ അല്ലെങ്കിൽ പട്ടടക്കൽ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അവിടുത്തെ ജെയിൻ ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ചാലൂക്യ, ചോള, രാഷ്ട്രകൂട, ഹൊയ്സാല. ഓക്കെ, ഇത്ര ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഇതിനകത്തിൽ ആൻസർ എന്ന് പറയുന്നത് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയാണ് ദ ജെയിൻ ടെമ്പിൾ അറ്റ് പട്ടടക്കൽ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ടെമ്പിൾസിനെ കുറിച്ച്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസിനെ കുറിച്ച് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ജെയിൻ ടെമ്പിളിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അത് പണികഴിപ്പിച്ചാരാണ്? രാഷ്ട്രകൂടാസാണ്. നമുക്ക് നോക്കാം. രാഷ്ട്രകൂട എന്ന് പറയുന്നത് വലിയൊരു ഡൈനാസ്റ്റി ആയിരുന്നു. ഇന്ത്യയിലെ, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഭരിച്ചിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക ഡൈനാസ്റ്റിയാണ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അത് 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് രാഷ്ട്രകൂട നമ്മളുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു നിർമ്മിതി എന്ന് പറയുന്നതാണ് ദ കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ. മഹാരാഷ്ട്രയിലെ കൈലാസ ടെമ്പിൾ സ്ഥാപിച്ചു എന്നുള്ളത് ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു ആർക്കിടെക്ചറാണ്. ശരിക്കും ഒരു വളരെ അത്ഭുതകരമായൊരു സൃഷ്ടിയാണ്. ഓക്കെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ പെടുന്നില്ലെങ്കിൽ തന്നെയും ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായൊരു സൃഷ്ടിയാണ് കൈലാസ ടെമ്പിൾ എല്ലോറയിലെ. ഇതാണ് ആ ഒരു സംഗതി. ഇതാണ് കൈലാസ ടെമ്പിൾ എല്ലോറ. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ് ഈ പറയുന്ന കൈലാസ ടെമ്പിൾ എന്ന് പറയുന്നത്. വളരെ അപൂർവമായൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് എന്ന് പറയുന്നത്. ഇത് പണികഴിപ്പിച്ചതാരാണ്? രാഷ്ട്രകൂടാസാണ്. അതുപോലെ ജെയിൻ നാരായൺ ടെമ്പിൾ, ഈ പറയുന്ന ജെയിൻ നാരായൺ ടെമ്പിളും ബിൽറ്റ് ചെയ്തിരിക്കുന്നത് 9-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂടാസാണ്. അപ്പോൾ നമ്മൾ നോക്കിയ 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് രാഷ്ട്രകൂടാസ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. 9-ാം നൂറ്റാണ്ടിലാണ് ജെയിൻ നാരായൺ ടെമ്പിളും സ്ഥാപിക്കപ്പെടുന്നത്. ഇതാണ് ജെയിൻ നാരായൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പട്ടടക്കൽ ജെയിൻ നാരായൺ ടെമ്പിൾ ഇതാണ്. ക്ലിയർ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following states has the highest sex ratio in India according to census 2011? 2011 സെൻസസ് അനുസരിച്ച് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. ആൻസർ വേറെ നോക്കേണ്ട, കേരള ആണ്. ഓക്കെ, കേരള ആണ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ളതിൻ്റെ കണക്കാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് 1084 ആണ് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. കേരളമാണ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 1084 അത് 1084. ഏറ്റവും കുറവ് വരുന്നത് 879. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 943 ഏറ്റവും ഉയർന്ന സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത് നോക്കാം. വിച്ച് among the following elements is used in moisturizing creams and soaps because of its hygroscopic properties? ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് എലമെൻ്റ് ആണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിനകത്ത് എന്താ പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഉള്ള, അതായത് ഒരു 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 എലമെൻറ്റ് അതിൻ്റെ ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി കൊണ്ട് അത് കാരണം
മോയ്സ്ചറൈസിങ് ക്രീംസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന എലമെൻ്റ് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗലേന, ഇഥനോൾ, ഫ്രിയോൺ ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ, ഈ ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ശേഷിക്ക് പറയുന്ന പേരാണ് ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള സറൗണ്ടിങ്ങിലുള്ള മോയ്സ്ചറിനെ വലിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലിസറോൾ എന്ന് പറയുന്ന എലമെൻറ്റിനാണ് എന്തിനകത്ത് ഉപയോഗിക്കുന്നത്? മോയ്സ്ചറൈസറിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇൻ ദ ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് കോമൺലി നോൺ ആസ്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ, ഒരു പ്രീവിയസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നമ്മളുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു വികാസം പ്രാപിച്ച ഘട്ടം, ഏറ്റവും പിന്നാക്കം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടം ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, അയൺ ഏജ് അല്ല, ന്യൂ സ്റ്റോൺ ഏജ് അല്ല, ഓൾഡ് സ്റ്റോൺ ഏജ് ആണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യൻ ആ സമയത്ത് എന്താ ഉപയോഗിച്ചിരുന്നത്? കൂർത്ത കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഘട്ടം, ആദ്യ ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഏതാണ്? ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓൾഡ് സ്റ്റോൺ ഏജ്. ഏറ്റവും ആധുനിക അല്ല, ഏറ്റവും പുരാതനമായ ശിലായുഗമാണ്. ദ ഏർലിയസ്റ്റ് ഏജ് ഇൻ ഹിസ്റ്ററി ഈസ് കോൾഡ് ഓൾഡ് സ്റ്റോൺ ഏജ് ഓർ പാലിയോലിത്തിക്. അതിന് മറ്റൊരു പേരും പറയുന്നുണ്ട്, പാലിയോലിത്തിക് ഏജ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റഫ്ലി ടേക്കൺ ആസ് 2.5 മില്യൺ ഇയേഴ്സ് അഗോ ടു 10,000 BC. ഓക്കെ, 2000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ ടു 10,000 BC. നമ്മൾ 2.5 മില്യൺ ഇയേഴ്സ് കടന്ന് 10,000 വരെ എത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് റൂഡിമെൻ്ററി ചിപ്ഡ് സ്റ്റോൺ ടൂൾസ്. ഓക്കെ, ആ സമയത്ത് എന്താണ്? വളരെ കൂർത്ത കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏത് കാലത്ത്? പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ്. Early development of human beings started during this period, and this period is divided into lower Paleolithic culture, middle Paleolithic and upper Paleolithic. മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ഏജ്, അതിനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജോവിയൻ പ്ലാനറ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ കുറേ പ്ലാനറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജോവിയൻ പ്ലാനറ്റ് അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. മെർക്കുറി, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ, ഇതിലേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാനറ്റുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കാം. മെർക്കുറി, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ. ഓക്കെ, നോക്കിയാൽ ഇതിനകത്ത് ഇതാണ് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇത് സണ്ണാണ്. ഓക്കെ, സണ്ണ് കഴിഞ്ഞാൽ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 1 2 3 4 5 6 7 8 മൊത്തം 8 പ്ലാനറ്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ പ്ലാനറ്റുകളെ നമ്മൾ ഔട്ടർ പ്ലാനറ്റ്, അതുപോലെ തന്നെ ഇന്നർ പ്ലാനറ്റ് എന്ന് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നർ പ്ലാനറ്റ്, ഔട്ടർ പ്ലാനറ്റ്. എങ്ങനെയാണ് ഇന്നറും ഔട്ടറും വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് കണ്ടോ, ബെൽറ്റ് കണ്ടോ, ഇതിനാണ് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനാണ് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന പ്ലാനറ്റുകളെ നമ്മൾ, ആസ്ട്രോയിഡ് ബെൽറ്റ് ഇതാണെങ്കിൽ ഇതിനുള്ളിൽ കാണപ്പെടുന്ന പ്ലാനറ്റുകളെ നമ്മൾ ഇന്നർ പ്ലാനറ്റുകൾ എന്ന് പറയുന്നു. ഇതിന് പുറത്ത് കാണപ്പെടുന്ന പ്ലാനറ്റുകൾ നമ്മൾ ഔട്ടർ പ്ലാനറ്റ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് 8 പ്ലാനറ്റുകളുണ്ട്. 8 പ്ലാനറ്റുകളെ നമ്മൾ ഇന്നർ പ്ലാനറ്റ്, ഔട്ടർ പ്ലാനറ്റ് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ആ ആസ്ട്രോയിഡ് ബെൽറ്റിന് ഉള്ളിൽ വരുന്നതാണ് ഇന്നർ പ്ലാനറ്റ്, ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് വരുന്നതാണ് ഔട്ടർ പ്ലാനറ്റ്. ഓക്കെ, ഔട്ടർ പ്ലാനറ്റിൻ്റെ പേരാണ് ജോവിയൻ പ്ലാനറ്റ്. ഔട്ടർ പ്ലാനറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയേ: ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, നമുക്കിവിടെ നോക്കിയേ: ജൂപ്പിറ്റർ, സാറ്റേൺ അല്ലേ, ജൂപ്പിറ്റർ ഉണ്ട്, സാറ്റേൺ ഉണ്ട്, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, നെപ്റ്റ്യൂൺ ഉണ്ട്. ഓക്കെ, ഇത്രയും എന്താണ്
ജോവിയൻ പ്ലാനറ്റ് ആണ്. അപ്പം ജോവിയൻ അല്ലാത്തത് ഇന്നർ പ്ലാനറ്റ് ഏതാണ്? ഇവിടെ മെർക്കുറിയാണ്. മെർക്കുറി ഇന്നർ പ്ലാനറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് പറയാമല്ലോ, മെർക്കുറിയാണ് ജോവിയൻ പ്ലാനറ്റ് അല്ലാത്തത്. ജോവിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ പ്ലാനറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇന്നർ പ്ലാനറ്റാണ് ജോവിയൻ പ്ലാനറ്റ് അല്ലാത്തത്. ക്ലിയർ? അത് മെർക്കുറിയാണ്. ഓക്കെ, നമുക്കൊരു ഓർഡർ നമുക്ക് ഓർക്കാം. നമ്മുടെ 8 പ്ലാനറ്റുകൾ നമുക്ക് ഓർഡറിലൊന്ന് ഓർത്ത് വെക്കാനുള്ളൊരു കോഡുണ്ട്. ഇത്രേ ഉള്ളൂ. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ഇത്രേ ഉള്ളൂ. എൻ്റെ ഏറ്റവും എഡ്യൂക്കേറ്റഡുള്ള അമ്മ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള അമ്മ എന്ത് തന്നു? നൂഡിൽസ് സെർവ് ചെയ്തു. ഇതാണ് കോഡ്. നോക്കിയേ, മൈ വെരി എഡ്യൂക്കേറ്റഡ്, മൈ എം ഫോർ മെർക്കുറി, വെരി എഡ്യൂക്കേറ്റഡ് വി ഫോർ വീനസ്. ഓക്കെ, നമുക്ക് എല്ലാം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ, മെർക്കുറി, വീനസ്, സാറ്റേൺ എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒരു ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഓർഡർ പഠിക്കാനാണ് ഈ പറഞ്ഞത്. മൈ വെരി എഡ്യൂക്കേറ്റഡ്, മൈ എം മെർക്കുറി, വെരി എഡ്യൂക്കേറ്റഡ് വി വീനസ്, ഇ ഫോർ എർത്ത്, ആൻഡ് വീണ്ടും മദർ വന്നല്ലേ, എം വന്ന്, അപ്പോൾ അത് മാഴ്സ് ആണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് സെർവ്ഡ്, ജസ്റ്റ് ജെ ഫോർ ജൂപ്പിറ്റർ, സെർവ്ഡ് എസ് സാറ്റേൺ, ആൻഡ് അസ് യുറാനസ്, നൂഡിൽസിൻ്റെ എൻ നെപ്റ്റ്യൂൺ. അത് നമുക്ക് എന്തായാലും അറിയാം. നൂഡിൽസ് അപ്പോൾ ലാസ്റ്റേ വരത്തുള്ളൂ നെപ്റ്റ്യൂണിനകത്ത്. അസ് നൂഡിൽസ്, അപ്പോൾ അസ് യുറാനസ് നെപ്റ്റ്യൂൺ. ഓക്കെ, സെർവ്ഡ് അസ് നൂഡിൽസ് എസ് സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ. ക്ലിയർ? അങ്ങനെ നമുക്ക് ഈ ഒരു കോഡ് വെച്ച് പഠിക്കാം. ഓക്കെ, ഈ കോഡൊന്ന് ഓർത്ത് വെച്ചോണേ. സിമ്പിളാണ്, സിമ്പിൾ കോഡാണ് അല്ലേ. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ഇത് വെച്ചിട്ട് നമുക്ക് 8 പ്ലാനറ്റുകളെ കൃത്യമായിട്ട് ഓർഡറിൽ പഠിക്കാൻ പറ്റും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ആർട്ടിക്കിൾ 17 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത്. എന്താണ് ആർട്ടിക്കിൾ 17 പറയുന്നത്? അല്ലേ, ആർട്ടിക്കിൾ 17 എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് പൊളിറ്റിയിലൊരു ചോദ്യമാണ് അല്ലേ, ഇന്ത്യൻ പൊളിറ്റിയിലൊരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ഈക്വാലിറ്റി ബിഫോർ ലോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഏതാണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17. ടൈറ്റിൽ 8, അപ്പം 18 ആണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്തുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, നമുക്ക് നോക്കാം. റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് ആദ്യം വരുന്നത്. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്നു. ക്ലിയർ? അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ്. അത് 18 കഴിഞ്ഞ് 19 തൊട്ട് 22 വരെ വരുന്നത് ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഓക്കെ, അടുത്ത റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അത് 23, 24, 22 കഴിഞ്ഞ് 23, 24. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ദറ്റ് ഈസ് 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29, 30. ഓക്കെ, ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ദാറ്റ് ഈസ് 32. ഓക്കെ, നമുക്കിതിനെ ഇ ഫിയർ സി എന്ന് കൊടുക്കാം. ഇ ഫിയർ സി, ഇക്ക് സിയെ പേടിയാണ്, അപ്പോൾ ഇ ഫിയർ സി. നമുക്ക് നോക്കാം. ഇക്വാളിറ്റി. ഓക്കെ, അടുത്ത റൈറ്റ് ടു ഫ്രീഡം. എക്സ്പ്ലോയിറ്റേഷൻ, എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതാണ് EFE. ഇനി എ അല്ലേ, ഫ്രീഡം ഓഫ് ഓൾ റിലീജിയൻ, അതാണ് എ, ഓൾ റിലീജിയൻ എന്ന് മാത്രം നോക്കാം. ഓക്കെ, ഇനി ആർ, റൈറ്റ്സ് ഓഫ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്. ഓക്കെ, അടുത്തത് സി ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ക്ലിയർ? ഇ ഫിയർ സി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് കിട്ടും. ഇ ഫിയർ സി എന്ന കോഡ് വെച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് കോഡുകളും പറഞ്ഞു, ഒരു 10 ചോദ്യങ്ങളും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തം കാണണം, ലെങ്ത് കുറവാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഭാവിയിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ടൈം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഒരു ബെറ്റർ കരിയറിൽ എത്താൻ കഴിയട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.